നമ്മൾ ട്രഡീഷണൽ യോഗ ടെക്സ്റ്റുകളിൽ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് യോഗ ആസനകളോ പ്രാണായാമങ്ങളോ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രോപ്പർ യോഗിക് ഡയറ്റും കൂടി ഫോളോ ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെ കഴിക്കണം, എത്രത്തോളം കഴിക്കണം എന്നെക്കുറിച്ചും അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു ഐഡിയൽ യോഗിക് ഡയറ്റ് എന്ന് പറയുന്നത് സാത്വിക് ഡയറ്റിനെയാണ്, അല്ലെങ്കിൽ സാത്വിക് ഫുഡിനെയാണ്. ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആക്കാനും അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ പെർട്ടിക്കുലർ ഫുഡ് എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിരിക്കും, അത് ഈസി ടു ഡൈജസ്റ്റ് ആയിരിക്കും, ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് വളരെ നറിഷിങ്ങും ആയിരിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് കാണും അല്ലേ? അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറി ഓഫ് ഫുഡിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ദ സെക്കൻഡ് കാറ്റഗറി ഇസ് ദ തമസിക് ഫുഡ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ലേസി ആക്കുക, മടി പിടിപ്പിക്കുക, ടയറിങ് ആക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് തമസിക് ഫുഡ്. ഫോർ എക്സാമ്പിൾ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളത്, പ്രോസസ്ഡ് ആയിട്ടുള്ളത്, അതേപോലെ റിഫൈൻഡ് ഫുഡ്സ് ഒക്കെ. ദ തേർഡ് കാറ്റഗറി ഓഫ് ഫുഡ് എന്ന് പറയുന്നതാണ് രജസിക് ഫുഡ്. ഇത് നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും നല്ലോണം സ്റ്റിമുലേറ്റ് ആക്കുകയും അതോടൊപ്പം നമ്മളെ റെസ്റ്റ്ലെസ് ആക്കുക, ഒരു ഹൈപ്പർ മോഡിലേക്ക് എത്തിക്കും. ഫോർ എക്സാമ്പിൾ വളരെ സ്പൈസി ആയിട്ടുള്ളത്, ഹോട്ട് ഫുഡ്, ഷുഗറി ആൻഡ് ഓവർ സോൾട്ടഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഈ ഒരു രജസിക് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലാണ് വീഴുന്നത്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ലൈഫ് ബാലൻസോടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ഫുഡിൻ്റെയും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഹഠ യോഗയിൽ പറയുന്നതനുസരിച്ച് വളരെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഈറ്റിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചവച്ച് അരച്ച് ഓരോ ഭക്ഷണത്തിൻ്റെയും രുചി നമ്മൾ അറിഞ്ഞ്, കൂടാതെ മോഡറേറ്റ് ഈറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം കഴിക്കുകയും ഒരു 1/4 പാർട്ട് ഓഫ് യുവർ സ്റ്റമക്ക് എംപ്റ്റി ആയിട്ട് വെക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് അതോടൊപ്പം വ്യായാമം കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിലേക്ക് എത്തുന്നു.